പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇപ്പോൾ WWE കളത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സൂപ്പർ താരമായ ജോൺ സീന റസൽമേനിയ 42 ശേഷം ഇപ്പോൾ ഇതാ അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കൂടി ഒരു ചരിത്രം കുറിക്കുന്ന അനൗൺസ്മെന്റ് നടത്താൻ വേണ്ടി ഒരു വരവ് കൂടി നടത്തുന്നുണ്ട് എന്നുള്ളത് WWE സ്ഥിരീകരിക്കുകയുണ്ടായി. ഇന്നലെ രാത്രിയോട് കൂടി ജോൺസിനെ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെയാണ് ഈ ഒരു വാർത്ത ആദ്യം പുറത്തേക്ക് വിട്ടത്. പിന്നീട് ഇപ്പോൾ റോ എപ്പിസോഡിന് ഇടയിലൂടെ WWE ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ചരിത്രപരമായിട്ടുള്ള അനൗൺസ്മെന്റ് എന്നാണ് ജോൺസിനെയും പറഞ്ഞിട്ടുള്ളത്. അത് സൂപ്പർ സ്റ്റാർസിനെയും ആരാധകർക്കും ഒരുപോലെ അനുകൂലമാകുന്ന ഒരു അനൗൺസ്മെന്റ് ആയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പുതിയ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് പ്രൈസിന് അനുബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റോ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന റൂമേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽ എന്താണെന്ന് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ തന്നെ കണ്ടറിയാം. രണ്ടാമത്തെ അപ്ഡേറ്റ് വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ചിന് പുതിയ എതിരാളി ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കയറി വന്നിരിക്കുന്നു. NXT കോളപ്പായിട്ട് റോ ബ്രാൻഡിൽ ജോയിൻ ചെയ്ത സോൾ റൂക്കയുടെ കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റിനെ ഇന്ററപ്റ്റ് ചെയ്ത് വന്ന ബെക്കി ലഞ്ച് ആദ്യം സോൾ റൂക്കയെ കളിയാക്കുന്നു. ബെക്കി ലഞ്ചിന്റെ സമയം സോൾ റൂക്കിക്ക് കൊടുത്തതിനോട് ആദം പിയേഴ്സിനോട് ചൂടാകുന്നു. സോൾ റൂക്ക അതിന് തക്കതായ രീതിയിൽ വാക്കുകളിലൂടെ മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സോൾ റൂക്കയെ പഞ്ച് ചെയ്യാൻ ശ്രമിച്ച ബെക്കി ലഞ്ച് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആക്സിഡന്റലി ആദം പിയേഴ്സിന്റെ മുഖത്തേക്കുള്ള ഒരു പഞ്ചായത്ത് മാറിപ്പോകുന്നുണ്ട്. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് സോൾ റൂക്ക ആ താരത്തിൻ്റെ ഫിനിഷറായ സോൾ സ്നാച്ചർ എന്ന് പറയുന്ന ഫിനിഷർ അടിച്ച് ബെക്കി ലഞ്ചിനെ ആക്രമിക്കുന്നു. അപ്പോൾ ബെക്കി ലഞ്ച് വേഴ്സസ് സോൾ റൂക്ക തമ്മിലുള്ള വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം ഇനി വരുന്ന റോ എപ്പിസോഡിലോ അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് പോലെയുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോൾ റൂക്ക പുതിയ ചാമ്പ്യൻ ആകാൻ സാധ്യതയില്ലെങ്കിലും നല്ലൊരു മത്സരം ബെക്കി ലഞ്ചിനെതിരെ പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ഒരു ഗംഭീര ടാഗ് ടീം മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ പെൻഡയും ജിവോൺ എവൻസും ടീം ആയിക്കൊണ്ട് ഈതൻ പേജ് റൂസേവ് തുടങ്ങിയവർക്കെതിരെ കളിച്ച മത്സരമായിരുന്നു. മത്സരത്തിൽ ഈതൻ പേജ് പെൻഡയെ പിൻ ചെയ്തിട്ട് റൂസേവ് ഈതൻ പേജ് തുടങ്ങിയവരുടെ ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് 4 പേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. ഈ റസൽമേനിയ 42 കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ടാഗ് ടീം മത്സരമാണ്. ഒരു ഫേറ്റൽ ഫോർ വേ മത്സരത്തിലേക്കുള്ള പോക്ക് തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈതൻ പേജ് പെൻഡയെ പിൻ ചെയ്യുന്നതിലൂടെ ഈതൻ പേജ് അൺഡിഫീറ്റഡ് സ്ട്രീക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് ഈ മത്സരം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊമോയിൽ ഈതൻ പേജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുവരെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെതായിട്ട് അവർ ബിൽഡ് ചെയ്ത് വന്ന സ്റ്റോറി കിടിലമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഈ ഫേറ്റൽ ഫോർ വേ മാച്ച് അനൗൺസ് ചെയ്താൽ മാത്രം മതി. അതിനു മുൻപ് ചിലപ്പോൾ അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിൽ പെൻഡയുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് ഈതൻ പേജ് ചലഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈതൻ പേജ് വിജയിക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹം ആ ഒരു മത്സരം ചിലപ്പോൾ തോൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കിയിട്ട് അവസാനിപ്പിക്കാനാണ് സാധ്യത. അങ്ങനെ അടുത്തതായി പിന്നീട് ഒരു ഫേറ്റൽ ഫോർ വേ മത്സരം ഈ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടന്നേക്കാം. അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്മെന്റ് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു. നാലാമത്തെ അപ്ഡേറ്റ് ജഡ്ജ്മെന്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ജെഡി മക്ഡോണ വേഴ്സസ് ഫിൻ ബാലർ തമ്മിൽ നടന്ന മത്സരത്തിൽ ഫിൻ ബാലറിനെ ജെഡി മക്ഡോണ പരാജയപ്പെടുത്തുന്നത് റോക്സിനി പെരസിന്റെ ഇടപെടൽ മൂലം തന്നെയാണ്. അതിനു മുൻപ് ഡൊമിനിക് മെസ്റ്റിരിയോ, ലിക് മോർഗൻ തുടങ്ങിയവരുടെയൊക്കെ ഒരു സഹായം ജെഡി മക്ഡോണയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ 5 റെസ്ലേഴ്സിനെതിരെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഫിൻ ബാലർ ഈ ഒരു മത്സരം കംപ്ലീറ്റ് ചെയ്തത്. ഫിൻ ബാലർ പരാജയപ്പെട്ടു. അതിനേക്കാൾ ഉപരി ജഡ്ജ്മെന്റ് ഡേയിൽ നിലവിൽ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റോറി റോക്സിനി പെരസ് ഫിൻ ബാലറിൻ്റെ കൂടെ പോകുമോ, റോക്സിനി പെരസ് നിലവിലെ ജഡ്ജ്മെന്റ് ഡേയെ ചതിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ മത്സരത്തിന് മുൻപ് നടന്ന ഒരു ക്ലബ് ഹൗസിലെ സെഗ്മെന്റിൽ ജെഡി മക്ഡോണ ഇങ്ങനെ മത്സരത്തിന് പ്രിപ്പയർ ആകുന്ന ഒരു സമയത്ത് ഫിൻ ബാലറും റോക്സിനി പെരസും കഴിഞ്ഞ ആഴ്ചത്തെ റോ എപ്പിസോഡിൽ ക്ലബ് ഹൗസിൻ്റെ ഉള്ളിൽ മീറ്റ് ചെയ്തതിനെ സംബന്ധിച്ച് ലിക് മോർഗൻ റോക്സിനി പെരസിനോട് ചോദിക്കുന്നുണ്ട്. താനത് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് കണ്ടത്. റോക്സിനി പെരസ് എന്തിനാണ് ഇത്രയും സീക്രട്സ് ഒക്കെ കൊണ്ടുപോകുന്നത്, എന്തിനാണ് ഫിൻ ബാലറുമായി സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റോക്സിനി കൊടുക്കുന്ന ഒരു മറുപടി, ഫിൻ ബാലറിനുള്ള ഉത്തരം താൻ അപ്പോൾ തന്നെ കൊടുത്തതാണ്, ഞാൻ ഒരിക്കലും ജഡ്ജ്മെന്റ് ടീമിനെ ചതിക്കില്ല എന്നാണ്. അതിനുശേഷമാണ് ഈ ഒരു മത്സരത്തിൽ ഫിൻ ബാലറിനെ ആ ഒരു ഹാമർ ഉപയോഗിച്ച് ആക്രമിക്കുന്ന മൊമെന്റ് റോക്സിനി പെരസിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ
കാണാനായി നമുക്ക് സാധിച്ചത്. അപ്പോൾ റോഷനി പെരസ് ജഡ്ജിയുടെ ടീമിൻ്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഒരു ട്വിസ്റ്റ് ഈ ഒരു സ്റ്റോറി ലൈനിൽ ഉണ്ടാകും. അതുതന്നെയാണ് ഇനി വരുന്ന ആഴ്ചകളിൽ അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ജഡ്ജിയുടെ സ്റ്റോറി ഇനിയും ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റ്സിലൂടെയും മത്സരങ്ങളിലൂടെയും മൊമെൻറ്റ്സിലൂടെയും കൊണ്ടുപോകുന്നത് റോ എപ്പിസോഡ് കാണാനുള്ള ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു പോയിന്റായി മാറാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ അപ്ഡേറ്റ്, ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവന്റിൽ നടക്കാൻ പോകുന്ന മെയിൻ ഇവന്റ് മത്സരമായ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റിനെ സംബന്ധിച്ചാണ്. അപ്പോൾ മെയിൻ ഇവന്റിൽ നടന്ന റോമൻ റീൻസ്, ജേക്കബ് ഫാറ്റു തുടങ്ങിയവരുടെ കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് ജേക്കബ് ഫാറ്റു റോമൻ റീൻസിനെ ആക്രമിക്കുന്നതായിട്ടുള്ള ഒരു മൊമെന്റിലൂടെയാണ് പോയത്. ആ ഒരു ആക്രമിക്കുന്ന ഒരു മൊമെന്റിലേക്ക് കാര്യങ്ങൾ എത്തിയത് ജേക്കബ് ഫാറ്റുവിനോട് ഈ മത്സരത്തിൽ നിന്ന് പിന്മാറാനും ജേക്കബ് ഫാറ്റു നിയന്ത്രണമില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ റോമൻ റീൻസ് പറയുന്നത്. അത് ജേക്കബ് ഫാറ്റുവിന് ഇഷ്ടപ്പെടാതെ വരികയും അദ്ദേഹം പിന്നെയും റോമൻ റീൻസിനെ ആക്രമിക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതിന് മുൻപ് ജേക്കബ് ഫാറ്റു പറയുന്നത് റോമൻ റീൻസിനെ പോലെ ലൈഫ് സെറ്റിലാക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പും ഈ ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന പൊസിഷനൊക്കെ തനിക്ക് ആവശ്യമുണ്ട്, അത് താൻ എന്തായാലും എടുക്കുമെന്ന്. അപ്പോൾ റോമൻ പറയുന്നത്, നീ നിൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ വരാൻ പോകുന്ന തലമുറയെ സേഫാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനിയിൽ ഇപ്പോഴും തുടരുന്നത്. ഈ കമ്പനി ഇപ്പോൾ താൻ പറയുന്നതിനനുസരിച്ചാണ് നീങ്ങുന്നത്. അത് വർഷങ്ങളോളം താൻ ഇതിൽ പരിശ്രമിച്ച് കഠിനാധ്വാനം ചെയ്തിട്ട് നേടിയെടുത്ത ഒരു പൊസിഷനാണ്. അതിൽ നിനക്ക് പെട്ടെന്നൊന്നും കയറി വരാൻ സാധിക്കില്ല. കഴിഞ്ഞ ആഴ്ച സോളോ സിക്കോവയാണ് നിന്നെ ഈ കമ്പനിയിലേക്ക് എത്തിച്ചത് എന്ന് നീ പറഞ്ഞു. എന്നാൽ സോളോ സിക്കോവയെ ഈ കമ്പനിയിലേക്ക് എത്തിച്ചത് താനാണെന്ന് റോമൻ റീൻസ് അവകാശപ്പെട്ടു. അപ്പോൾ ജേക്കബ് ഫാറ്റു ഈ കമ്പനിയിലേക്ക് എത്തിയതും റോമൻ റീൻസിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് റോമൻ റീൻസ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതൊന്നും ജേക്കബ് ഫാറ്റുവിന് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അവസാനം ഒരു കോൺട്രാക്ട് സൈനിങ് സെഗ്മെൻറ്റിൽ ജേക്കബ് ഫാറ്റു റോമൻ റീൻസിനെ സബ്മിഷൻ ഉപയോഗിച്ച് ആക്രമിക്കുന്നതും ആ കമൻറ്റേഴ്സ് ടേബിളിലേക്ക് എടുത്ത് എറിയുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റും കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡ് കാണുന്നതിന് ശേഷം അവിടുത്തെ കാണികൾക്ക് വേണ്ടിയിട്ടൊരു പ്രൊമോ റോമൻ റീൻസ് കട്ട് ചെയ്യുകയുണ്ടായി. ആ ഒരു പ്രൊമോയിൽ റോമൻ റീൻസ് പറയുന്നത്, ഇപ്പോൾ കണ്ടതൊന്നുമല്ല ബാക്ക്ലാഷിൽ നിങ്ങൾ കാണാൻ പോകുന്നത്, ഇതിൻ്റെ മറുവശമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ജേക്കബ് ഫാറ്റുവിനെ താൻ തുടച്ചു നീക്കുമെന്നുള്ളതും റോമൻ റീൻസ് പറയുന്നുണ്ട്. എന്തായാലും ജേക്കബ് ഫാറ്റു റോമൻ റീൻസ് ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റോറി കൊണ്ടുപോകുന്നത് നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഊസോസിനെ ഇപ്പോൾ തന്നെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ ജേക്കബ് ഫാറ്റുവും റോമൻ റീൻസും തമ്മിലുള്ള ഒരു 1-on-1 സ്റ്റൈലിലേക്ക് തന്നെ ഇവർ സ്റ്റോറി കൊണ്ടുപോയിട്ട് നല്ലൊരു മത്സരം ബാക്ക്ലാഷിൽ കാണിച്ച് കൃത്യമായിട്ടുള്ള ഒരു മൊമെൻറ്റിലൂടെ എൻഡ് ചെയ്യിപ്പിച്ച് ഈ സ്റ്റോറി ഇനിയും മുന്നോട്ടേക്ക് പോകുമെന്നുള്ള ഒരു പ്രതീതി ബാക്ക്ലാഷിൽ സൃഷ്ടിച്ചാൽ ഇനി വരുന്ന ആഴ്ചകളിലെ റോ എപ്പിസോഡ്സിനും സ്മാക്ഡൗൺ എപ്പിസോഡ്സിനും നല്ലൊരു പ്രാധാന്യം കിട്ടും. റോമൻ റീൻസിൻ്റെ പവർ കുറഞ്ഞ പോലെ കുറച്ച് കൂട്ടുകാർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാകും. അത് ജേക്കബ് ഫാറ്റുവിനെ വളരെ സ്ട്രോങ് ആക്കിയിട്ട് ബാക്ക്ലാഷിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതായത് റോമൻ റീൻസിന് ഒത്ത എതിരാളിയാണ് ജേക്കബ് ഫാറ്റു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റോമൻ റീൻസിനെ കഴിഞ്ഞ കുറച്ച് റോ എപ്പിസോഡുകളിലായിട്ട്, ഇന്നത്തെ റോ എപ്പിസോഡിലായാലും നമുക്ക് അങ്ങനെ കുറച്ച് പവർ കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്തത്. റോമൻ റീൻസ് തന്നെയാണ് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവന്റിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആണ്. പക്ഷേ എങ്ങനെ, എപ്പോൾ, ഏത് സാഹചര്യത്തിൽ റോമൻ റീൻസ് ജേക്കബ് ഫാറ്റുവിനെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതുതന്നെയാണ് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവന്റിലെ ഏറ്റവും ക്യൂരിയോസിറ്റി നിർത്തുന്ന ഒരു ചോദ്യവും. എന്തായാലും കിടിലമായിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആറാമത്തെ അപ്ഡേറ്റ് റോ എപ്പിസോഡിൽ നടന്ന മറ്റ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ഒബാഫെമിയുടെ ആദ്യ ഓപ്പൺ ചലഞ്ച് മത്സരത്തിന് മറുപടി പറഞ്ഞു വന്ന ഓട്ടിസ്, ആദ്യം അക്കീറ ടൊസാവയാണ് കയറി നിന്നത് എന്നുണ്ടെങ്കിലും ഓട്ടിസ് പിന്നീട് മത്സരിച്ചു. ഓട്ടിസിനെ ഒബാഫെമി നല്ലൊരു കിടിലൻ പവർ ഹൗസ് റെസ്ലറിൻ്റെ പെർഫോമൻസോട് കൂടി പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന 6-man ടാഗ് ടീം മത്സരത്തിൽ ലോസ് അമേരിക്കാനോസ്, എൽ ഗ്രാൻഡ് അമേരിക്കാനോ തുടങ്ങിയവരുടെ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒറിജിനൽ എൽ ഗ്രാൻഡ് അമേരിക്കാനെയും അമേരിക്കൻ മെയ്ഡ് മാസ്കൊക്കെ ധരിച്ച് വന്നിട്ടുള്ള പുതിയ ഒരു ലൂച്ച റെസ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടീമും ആ 6-man ടാഗ് ടീം മത്സരത്തിൽ കിടിലൻ പെർഫോമൻസോട് കൂടി വിജയം കരസ്ഥമാക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ജോ ഹെൻറി വേഴ്സസ് ഓസ്റ്റിൻ തിയറി തമ്മിൽ നടന്ന മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നതായിട്ടുള്ള ഒരു മത്സരവും കാണാൻ സാധിച്ചു. ഏഴാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് സെത്ത് എന്ന് പറയുന്ന സൂപ്പർ റെസ്ലറിനെ സംബന്ധിച്ചാണ്. സെത്ത് മേധാവിത്വം കിട്ടുന്ന രീതിയിലുള്ള യാതൊരുവിധ സെഗ്മെൻറ്റും സെത്തിന് ആവശ്യമില്ല ഒരു നല്ല സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഇന്നത്തെ റോ എപ്പിസോഡ്. ഇന്നത്തെ റോ എപ്പിസോഡിലെ MVP മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നത് സെത്ത് ആണ്. ഒരേ സമയം 3 വ്യത്യസ്ത സ്റ്റോറി ലൈനുകളിൽ സെത്ത് ഏർപ്പെടുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. അതിൽ ആദ്യത്തേത് റോയുടെ തുടക്കത്തിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്തിൻ്റെ ദ ഷീൽഡ് എന്ന് പറയുന്ന ടീമിലെ മെമ്പർ കൂടിയായിരുന്ന
പാർട്ട്ണർ കൂടിയായിരുന്ന റോമൻ റീൻസുമായിട്ട് ഷെയർ ചെയ്ത കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. വഴിമാറി നിൽക്കാൻ റോമൻ റീൻസിനോട് ആവശ്യപ്പെടുന്നതിലൂടെ റോമൻ റീൻസ്, സെത്ത് റോളിൻസ് ഇവർക്കിടയിലെ സ്റ്റോറി അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളൊരു അർത്ഥം കൂടി നൽകുന്നുണ്ട്. രണ്ടാമത്തേത് ദ വിഷൻ ടീമിനെതിരെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയാണ്. ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ബ്രോൺ ബ്രേക്കറിനെതിരെ മത്സരിക്കാൻ പോകുന്ന സെത്ത് റോളിൻസ് ബ്രോൺ ബ്രേക്കറിനെതിരെ മാത്രമല്ല എൻ്റയർ ദ വിഷൻ ടീമിനെതിരെ തന്നെ സ്റ്റോറി കൊണ്ടുപോകുമെന്നുള്ള ഒരു അർത്ഥം കൂടി നൽകുന്നുണ്ട്. രണ്ട് ഭാഗങ്ങളിലാണ് ഇന്ന് ബ്രോൺ ബ്രേക്കർ സെത്ത് റോളിൻസിനെ സ്പീയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചത്. അതിൽ ആദ്യത്തെ ഒരു സെഗ്മെൻറ്റിൽ സെത്ത് റോളിൻസിനെ നിസ്സംശയം ആ ഒരു താരം അടിച്ച് തകർപ്പണമാക്കുന്നതാണ് നമുക്ക് ബ്രോൺ ബ്രേക്കറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണത്തിലൂടെ കാണാൻ സാധിച്ചത്. സെത്തിന് ഒരു തവണ പോലും തിരിച്ചടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു തുടക്കത്തിൽ ബ്രോൺ ബ്രേക്കറിനെ ആയിട്ടുള്ള ഒരു ഭാഗത്തിൽ കാണാൻ സാധിച്ചത്. എന്നാൽ ബ്രോൺ ബ്രേക്കറിനെ തിരിച്ചടിച്ചു. പക്ഷേ അവിടെയും സെത്തിനൊരു ആധിപത്യം കിട്ടിയില്ല. എന്നാലും സെത്ത് ആ സ്റ്റോറി കൊണ്ടുപോകുന്ന രീതി അത് വേറെ ലെവൽ തന്നെയാണ്. പിന്നീട് വന്നതിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ടീമിനെ ദ വിഷൻ ടീമിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ നിർത്താൻ വേണ്ടി സെത്ത് ഒരു പ്ലേ കളിക്കുന്നുണ്ട്. ആ ഒരു പ്ലേ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് മിക്കവാറും വിടാനുള്ളൊരു പ്ലേ ആയിരിക്കും. കാരണം സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ദ വിഷൻ ടീമിൻ്റെ നമ്പേഴ്സ് അഡ്വാൻറ്റേജിനെ അതിനെ മറികടക്കാനാണ് സെത്ത് ഉന്നം വെക്കുന്നത്. പക്ഷേ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആണെങ്കിൽ സെത്തിനെ ഒറ്റയടിക്ക് വിശ്വസിക്കില്ല എന്നുള്ള രീതിയിലേക്കുമാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ വ്യത്യസ്ത സ്റ്റോറി ലൈനുകൾ ഒരു എപ്പിസോഡിൽ തന്നെ സെത്ത് റോളിൻസ് ചെയ്യുന്നു. അതും അദ്ദേഹത്തിന് കൃത്യമായിട്ട് മേജറായിട്ടുള്ള ഒരു ഒപ്പോണൻറ്റ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ. അതുകൊണ്ടാണ് MVP എന്ന് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സെത്ത് റോളിൻസിനെ സംബന്ധിച്ച് മെൻഷൻ ചെയ്തത്. റോ എപ്പിസോഡ് കിടിലമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവന് മുൻപുള്ള റോ എപ്പിസോഡിന് വേണ്ട എല്ലാവിധ ബിൽഡപ്പും ഇന്നത്തെ റോ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.